ബോണറ്റൊക്കെ തുറന്നിട്ടുണ്ട പരിപാടി? താറ് ചെറുതായിട്ട് 1-2 കുറച്ച് പണികളൊക്കെ ഉണ്ട്. ചെറിയൊരു ട്രിപ്പ് അങ്ങോട്ട് പ്ലാൻ ആക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ചെറിയ ട്രിപ്പോ? ചെറിയ പണ്ട് നമ്മൾ പോയ പോലെ ഒരു അൺപ്ലാൻഡ് ഒരു ഇന്ത്യ മൊത്തം ഒന്ന് കറക്കാന്നുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പൊ അതിന്റെ പ്ലാനായിട്ടൊരു ഇന്നലെ പ്ലാൻ ആക്കിയതാണ്. ഏകദേശം ഇന്നത്തേക്ക് കൺഫേം ആയി. ഓക്കെ പറഞ്ഞു. ചെറിയൊരു ഹിന്റ് തന്നിരുന്നു, പക്ഷെ അത്ര പെട്ടെന്ന് തന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. അതാണ് അവസ്ഥ. അപ്പം പിന്നെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് കാശ്മീർ വരെ നമ്മൾ ഇവിടുന്ന് നമ്മളെ കാറിൽ ഒരു പോക്ക്. അതും പ്ലാൻഡ് ഒന്നല്ല, ഒരു 2 ദിവസത്തേക്കുള്ള പ്ലാന് ഇപ്പൊ ഇന്നാക്കും. ബാക്കി കൊണ്ടോകോ അങ്ങനെ പ്ലാൻ ആക്കിയിട്ട് പോവാന്നുള്ളതാണ് നമ്മളെ. എന്താണ് അജണ്ട? വെറുതെ സ്ഥലം കാണാൻ പോകുന്നതോ എന്താ സംഭവം? എന്താ? ഇല്ല, ഒന്ന് പിന്നെ നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ കൾച്ചർ, ഫുഡ്, ആ ഒരു ഇതൊക്കെ ആയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. പിന്നെ പക്കാ ഒരു എക്സ്പ്ലോറേഷനോ അങ്ങനെയല്ല, എന്നാലോ ഇതെല്ലാം കൂടിയിട്ടുള്ള ഇന്ത്യൻ ഫുഡ് കൾച്ചറാണ് മെയിനായിട്ട്. അപ്പൊ ആദ്യത്തെ 3 സ്ഥലം എവിടെയൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്? ഇപ്പൊ നിലവിൽ പ്ലാൻ ചെയ്ത് സൗത്ത് ഇന്ത്യയാണ്. സൗത്ത് ഇന്ത്യ അങ്ങ് കഴിഞ്ഞ് ചെന്നൈ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഹൈദരാബാദ് വഴിയാണ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ ആരെങ്കിലും വേറെ വഴി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെ അങ്ങോട്ട് ഡിവീറ്റ് ചെയ്യുന്നത് പണ്ട് പോയ പോലെ തന്നെ. അതേപോലെ തന്നെ എങ്ങനെയാണോ വേറെ ഒന്നുമില്ലല്ലോ. മറ്റേതിപ്പോ നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ ഞാൻ പ്ലാൻ ആക്കി തുടങ്ങിയിട്ട് വർഷങ്ങളായി. അത് വേറെ. എന്നാലും ഒരാൾ പ്ലാൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും മുന്നെയാണ് പ്ലാൻ ആക്കല്. ഇത് 2 ദിവസമായിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിമിതികളും കാര്യങ്ങളും ഉണ്ടാവാം. അല്ല, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെ നടക്കൂ. എന്നെ സംബന്ധിച്ച് എല്ലാം പ്ലാൻ ആക്കിയിട്ട് കാര്യങ്ങൾ നടക്കൂല. പെട്ടെന്ന് തീരുമാനിക്കുക. പിന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു പെട്ടെന്ന് തീരുമാനിച്ചു. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നാളെ മറ്റന്നാളല്ലേ അടുത്ത ആഴ്ച ഒരു ട്രിപ്പ് ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? അതാണ് ഇപ്പൊ എല്ലാവരുടെയും അവസ്ഥ. സാഹചര്യം കൂടി ഒത്തു വരണം. ഫോർച്യുനേറ്റ്ലി എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളും ഫാമിലിയും ഒക്കെ സെറ്റാണ്. അല്ല, എന്നിട്ട് ഇതെന്താണ് പിന്നെ കുറച്ച് ചെറിയ വർക്കുകൾ അല്ല, എത്രയും ലോങ് ഒരു 10-12,000 കിലോമീറ്റർ വരും നമ്മൾ പോയി വരുമ്പോഴേക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം പീരിയോഡിക് ചെക്കിങ് കാര്യങ്ങളതൊക്കെ നമ്മൾ ശ്രീത്തിനെ അങ്ങ് ഏൽപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാണ്. ഇപ്പൊ ഓഫ് റോഡ് ടയറാണല്ലോ, അപ്പം ഓൺ റോഡ് ടയർ ആക്കണം. പിന്നെ ക്ലച്ച് കുറച്ചായിട്ടുണ്ട്, അപ്പൊ അത് മാറണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള സംഭവങ്ങൾ. ബാക്കിയുള്ള വുഡ് മാറണം, AC കാര്യങ്ങളൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വർക്കുകളെല്ലാം ചെയ്ത് ഇറക്കി പോകാമെന്നില്ലാണ്. ബാക്കി വർക്കുകളൊന്ന് ഇന്ന് രാത്രി നാളത്തോടു കൂടി ഫിനിഷ് ആക്കണം. അല്ല, എന്താ താറ് ചൂസ് ചെയ്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു ട്രിപ്പിന് ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരുള്ളൂ അല്ലേ? 2 പേര്? 2 പേര്, ഞാനും ഒരാളും കൂടി മാത്രം. നമ്മൾ എവിടെയും പോവാം. സ്റ്റക്കാവും, നമ്മൾ വഴിക്കാന്നുള്ള പേടി വേണ്ട. ഇല്ല. പിന്നെ ഇന്ത്യയിൽ എവിടെ പോയിട്ട് സർവീസ് കാര്യങ്ങൾ മഹീന്ദ്ര അല്ലേ. പിന്നെ അതുകൊണ്ടാണ് ഇത് ഇത്രയും. ബാക്കി സ്പെയറും കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടോ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നിങ്ങളെ സജഷൻസ് പോയിട്ടുള്ളവരുടെ പിന്നെ അഡ്വൈസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതൊന്ന് റൗണ്ട് നടന്ന് കണ്ടാവോ? ഊരിയിട്ടേക്കാ ബാക്കൊക്കെ? ബാക്ക് വുഡ് ഊരിയിട്ടുണ്ട്. ഇനിയിപ്പം വുഡ് ഫുള്ളി AC കൺസിൽഡ് ആക്കാൻ വേണ്ടിയിട്ട് വുഡ് വേറെ അടിക്കണം. പിന്നെ ബോക്സ് അടിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ എൻജിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും. ദാറ്റ്സ് ഓൾ. എന്തായാലും ഹാപ്പി ജേർണി മാൻ. പോകുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും പിന്നെന്താ മണ്ടേ മറ്റേ 2 ദിവസം കൊണ്ടാണ് പ്ലാൻ ആക്കിയത്. അതാ പറഞ്ഞ അൺപ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ദിവസങ്ങളിലോ ആയിട്ട് പോകണം. പോകുന്നതിന് വേണ്ടി എന്തായാലും കാണാം. ഓക്കെ. ബാക്കി വർക്കുകൾ നമുക്കൊന്ന് വർക്കെല്ലാം കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ട് ബ്രാൻഡിങ് ഒക്കെ ചെയ്യുന്നില്ലേ? ഉണ്ട്, ചെറിയ രീതിയിൽ ഓക്കെ, റെഡി ആയിട്ട്. ഓൾറൈറ്റ്, ഹാപ്പി ജേർണി. അപ്പൊ ഇനി വർക്കിന്റെ സാധനങ്ങൾ കാണിച്ചു കൊടുക്കാം. ഓക്കെ.